സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരമാവധി 100 നാളുകൾ ബാക്കി നിൽക്കെ വി.ഡി. സതീശനെ കുരുക്കാനുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ CBI അന്വേഷണ ശുപാർശയുടെ വാർത്തയാണ് രാവിലെ വന്നതെങ്കിൽ വൈകുന്നേരമായപ്പോൾ ട്വിസ്റ്റാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ പുനർജനിയിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസും നിലനിൽക്കില്ലെന്ന അതേ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ മറുപടിയിൽ പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായി കുറ്റമുക്തലാക്കലാണ് സർക്കാരിന്റെ വിജിലൻസ്. കാർത്തിക് IPS 1 വർഷം മുൻപ് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയ റിപ്പോർട്ടിന്റെ ഒറ്റപ്പേജ് സെലക്ടീവ് ലീക്കേജ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും അത് രാഷ്ട്രീയ വേട്ടയാണെന്നും ആരോപിക്കുന്നുണ്ട് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പഴയ കേസുകൾ, വ്യവഹാരക്കെട്ടുകൾ വീണ്ടും ഉയർക്കുന്നു. ഇന്ന് കണ്ടത് രാഷ്ട്രീയ വൈരത്തിന്റെ പുനർജനിയോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ S.K. സജീഷ്, ശ്രീ വസന്ത് സിറിയക്, ശ്രീ V.S. ജിതിൻദേവ്, ശ്രീ M.K. ഹരിദാസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ S.K. സജീഷിലേക്ക് പോകും. ശ്രീ സജീഷ്, ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് താങ്കൾ കണ്ടുണ്ടാവണം. പ്രേക്ഷിതൻ ഡയറക്ടർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, സ്വീകർത്താവ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് വകുപ്പ്, കേരള സർക്കാർ. അതിൽ വിഷയം ശ്രീ വി.ഡി. സതീശൻ MLA-ക്കെതിരായ ആരോപണങ്ങൾ സ്പഷ്ടീകരണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംബന്ധിച്ചാണ്. അതിൽ പറയുന്നത് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ വി.ഡി. സതീശൻ MLA-യുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. 2, വിദേശ സന്ദർശന ശേഷം വി.ഡി. സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ല, അതുകൊണ്ട് അന്വേഷണം നടത്തിയിട്ടില്ല. 3, പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന തന്നെയാണ്. ശ്രീ വി.ഡി. സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്ത അറിവില്ല. 4, അഴിമതി നിരോധന നിയമം സെക്ഷൻ 77A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ വി.ഡി. സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്ന സർക്കാരിൻ്റെ വിജിലൻസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ അതിന് മുമ്പ് സമർപ്പിച്ച ഈ പറയുന്ന വിജിലൻസിൻ്റെ CBI അന്വേഷണ ശുപാർശയൊക്കെ നിലനിൽക്കുന്നതാണോ ശ്രീ S.K. സജീഷ്? അല്ല, ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വാർത്ത മാത്രമാണ്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് നൽകിയിരിക്കുന്ന വിജിലൻസിൻ്റെ ശുപാർശയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് 2 തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ വരുമ്പോൾ സാധാരണ UDF ഗവൺമെൻറ് പോലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി അപ്പോൾ എടുത്ത് പ്രയോഗിക്കുക എന്നുള്ള സമീപനമൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനില്ല. അത്തരം ഒരു സമീപനവും ശത്രുതാപരമായ സമീപനവും സ്വീകരിക്കുന്ന രീതിയുമില്ല. നമുക്കറിയണമെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, തന്നെ തകർക്കാനും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും എല്ലാം കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ശ്രീ പിണറായി വിജയൻ്റെ മുന്നിൽ വന്നപ്പോഴും അദ്ദേഹം അതിന് തുനിഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ നിലയിലാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ സ്പീക്കറുടെ മുന്നിലേക്ക് വന്ന കാര്യത്തിൽ സ്പീക്കർ ചില വിശദീകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ മാത്രമാണ്, അല്ലാതെ വിജിലൻസ് അന്വേഷണത്തിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇവിടെ വിദേശ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട്, വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു, പണം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അതിനാണ് ശുപാർശ CBI അന്വേഷണത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് വി.ഡി. സതീശൻ. അങ്ങനെയായിരുന്നില്ല അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്, സഹായം വാങ്ങിയിട്ടുണ്ട്, ലഞ്ച് മീറ്റിംഗ് എന്നുള്ള രീതിയിലാണ് അവിടെ ഇത്തരത്തിലുള്ള സംഭാവനകൾ പിരിക്കുന്ന പരിപാടികൾ നടക്കുന്നത്. അവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ ആ പണം കളക്ട് ചെയ്ത് തിരുവനന്തപുരത്ത് ചെക്കായി എത്തിച്ചിട്ടുണ്ട് എന്നെല്ലാം സതീശൻ ഒരു വശത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് നിയമസഭയിൽ നമുക്ക് ഓർമ്മയുണ്ട്. നിയമസഭയിൽ വി.ഡി. സതീശൻ ആണയിട്ട് പറഞ്ഞൊരു കാര്യം, ബർമിംഗ്ഹാമിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു വലിയ സെമിനാറിൽ സംസാരിക്കാനാണ് എന്നെ ക്ഷണിച്ചത്. അവിടെയാണ് ഞാൻ നടത്തിയ പ്രസംഗമാണ്. ഞാൻ വിദേശ രാജ്യത്ത് പോയി 1 രൂപ പോലും പിരിച്ചിട്ടില്ല എന്ന് നിയമസഭയിൽ വി.ഡി. സതീശൻ പറയുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് ബർമിംഗ്ഹാമിൽ നിന്ന് തന്നെ ഓരോ ടേബിളിന് ചുറ്റും ഇരിക്കുന്ന ആളുകൾ 500 പൗണ്ട് വെച്ച് തരണമെന്നും അങ്ങനെ തന്നുകൊണ്ട് ഇവിടെ സഹായം നൽകണമെന്നും പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ പറയുന്ന കാര്യത്തിൽ നിന്ന് തന്നെ ഈ അവ്യക്തത വ്യക്തമാണ്. ഇവിടെ കോൺഗ്രസ് പ്രതിനിധികൾ ഉൾപ്പെടെ പറയേണ്ട കാര്യം, ശ്രീ വി.ഡി. സതീശൻ വിദേശത്ത് നിന്ന് പണം പിരിച്ചിട്ടുണ്ടോ, പണം പിരിക്കാൻ വേണ്ടി അഭ്യർത്ഥന നടത്തി പണം പിരിച്ചിട്ടുണ്ടോ, അത് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവരാൻ നിയമപരമായി വി.ഡി. സതീശന് അവകാശവും അധികാരവും ഉണ്ടോ? അദ്ദേഹം നിയമസഭയുടെ സെക്രട്ടേറിയറ്റിൻ്റെ അനുമതി വാങ്ങിയിട്ടല്ല ഇത്തരം വിദേശയാത്രകൾ നടത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും അനുമതി, ഇങ്ങനെ പണം കൊണ്ടുവരാനുള്ള അനുമതി, അദ്ദേഹത്തിന് FRCAയുടെ ഏതെങ്കിലും പ്രത്യേകമായ ലൈസൻസ് ഉണ്ടെങ്കിൽ UDFൻ്റെ പ്രതിനിധി വ്യക്തമാക്കേണ്ടതാണ്. അദ്ദേഹം 229 വീടുകൾ ഇങ്ങനെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ആ ചർച്ച നേരത്തെ നടന്നപ്പോൾ തന്നെ നമ്മുടെ മാധ്യമ ചർച്ചകളിൽ തന്നെ അത് വെല്ലുവിളിയായി ഉയർന്നിരുന്നു. ആ വീടുകൾ എഴുത് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു.
ആ വീടുകളെക്കുറിച്ച് അദ്ദേഹം പറയാനോ എവിടെയാണ് എന്ന് പറയാനോ തയ്യാറായിട്ടില്ല. ഇത് ഓഡിറ്റ് നടത്തണം എന്ന ആവശ്യമുയർന്നു വന്നപ്പോൾ ഞാൻ ഗവൺമെൻറ് ഓഡിറ്റ് അല്ല സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഇതുവരെ സോഷ്യൽ ഓഡിറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് പുനർജനിയുമായി ബന്ധപ്പെട്ട് നടത്താൻ അദ്ദേഹം വർഷങ്ങളായി തയ്യാറായിട്ടുണ്ട്. എന്തുകൊണ്ട് സോഷ്യൽ ഓഡിറ്റിംഗ് അദ്ദേഹം നടത്തിയില്ല? ശരി, പക്ഷേ താങ്കൾ പറയുന്നത് ഈ 11 വർഷം മുമ്പ് നമ്മൾ നേരത്തെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ ശരിയായ റിപ്പോർട്ട് എന്ന് പറഞ്ഞ വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? ഇതേ കാർത്തിക് APS തന്നെയാണ് അല്ലേ? അതിൻ്റെ ഒരു പേജാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. ഏതാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണ ശുപാർശ പറയുന്ന ആ കത്ത്? 4 മാസം മുമ്പ് അതേ കാർത്തിക് APS കൊടുത്ത അടുത്ത റിപ്പോർട്ടാണ് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു തെളിവില്ലെന്ന റിപ്പോർട്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് ആധികാരികമാവുകയും ഒരു റിപ്പോർട്ട് താങ്കൾ പറയുന്ന പോലെ ആധികാരികം അല്ലാതാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? 4 മാസം മുമ്പ് വന്ന റിപ്പോർട്ടാണോ, 1 വർഷം മുമ്പ് വന്ന റിപ്പോർട്ടാണോ അപ്ഡേറ്റഡ് റിപ്പോർട്ട് ശ്രീ SK സജീഷ്? അല്ല, അത് താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു ഉത്തരമുണ്ട്. അതായത് ശ്രീ VD സതീശൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് വഴി പണം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അക്കൗണ്ട് വഴി പണം സ്വന്തം അക്കൗണ്ടിൽ വാങ്ങാൻ അദ്ദേഹം അത്ര മണ്ടനല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മണപ്പാട്ട് ഫൗണ്ടേഷൻ മുഖേനയാണ് അദ്ദേഹം പണം വാങ്ങിയിട്ടുള്ളത്. ആ പണം വാങ്ങി എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്, അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദ്യം നിയമസഭയിൽ ബർമിംഗ്ഹാമിൽ ഞാൻ സംസാരിച്ചിട്ടില്ല, അത് പരിസ്ഥിതിയെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ യഥാർത്ഥ വീഡിയോ ഉൾപ്പെടെ പുറന്നു വന്നിട്ടുണ്ട്. FCRA നിയമം എന്നുള്ള സാങ്കേതിക പ്രശ്നമാണോ CPM ഉന്നയിക്കുന്നത്, അതോ പ്രതിപക്ഷ നേതാവ് അഴിമതി നടത്തിയെന്നാണോ SK സജീഷ്? എന്ന് പറഞ്ഞാൽ ആ പണം ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം അടിച്ചുമാറ്റി എന്ന ആരോപണം CPM-നുണ്ടോ? തീർച്ചയായും അദ്ദേഹം ആ പണം ഇവിടെ കൊണ്ടുവന്ന് ഏത് വിധേന ചെലവഴിച്ചു എന്നും 229 വീടിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ച അതാണ്. 229 വീടുകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞു. ഇത്തരം ചർച്ചകളിലും ശ്രീ VD സതീശനുമെല്ലാം അത് വെളിപ്പെടുത്താം എന്നെല്ലാം പറഞ്ഞു. പിന്നീട് അത് വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. എവിടെയാണ്, ആർക്കാണ് നിർമ്മിച്ചു കൊടുത്തതെന്നൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഒന്നും കണക്കുകളോ മറ്റൊന്നുമില്ല. സതീശൻ വെല്ലുവിളിച്ച് പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും ഇതെല്ലാം എന്നാണ്. വിധേയമാക്കുമെന്നാണ്. ഗവൺമെന്റ് ഓഡിറ്റിംഗ് ആണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പറയട്ടെ, സർക്കാർ അതേ വിജിലൻസ് പറയുകയാണ് അഴിമതി നിരോധന നിയമപ്രകാരം സെക്ഷൻ 7(7)A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ VD സതീശൻ ചെയ്തത് കണ്ടെത്തിയിട്ടില്ല എന്ന് സർക്കാർ വിജിലൻസ് തന്നെ പറയല്ലേ? പിന്നെയും CPM എന്തുകൊണ്ടാണ് സർക്കാർ പ്രതിപക്ഷ അഴിമതി കാട്ടിയെന്ന സംശയം? അതായത് താങ്കൾ നേരത്തെ സ്പെസിഫിക് ആയി ഉന്നയിച്ച സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ പറഞ്ഞ കാര്യം. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന CBI ശുപാർശ എന്ന് പറയുന്നത് ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ, ആ പണം അദ്ദേഹം നേരിട്ടാണോ കൈകാര്യം ചെയ്തത്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമാണ് അതിൽ വരുന്നത്. അല്ല സർ, എന്നാൽ രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് താങ്കൾ സാങ്കേതികത്വമാണ് എന്ന് പറഞ്ഞാൽ FCR ആണ്. FCRയും അഴിമതി രണ്ടാണ്. FCR സാങ്കേതിക പ്രശ്നമാണ്, അത് നമുക്ക് ഉറപ്പായി ചർച്ച ചെയ്യാം. അതിനേക്കാൾ പ്രധാനം സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ നേതാവ് അഴിമതി നടത്തിയെന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണല്ലോ അത്. എന്ന് പറഞ്ഞാൽ വീട് വാങ്ങാൻ എന്ന് പണം വാങ്ങി പുട്ടടിച്ചു എന്നാണല്ലോ അതിനർത്ഥം. പുട്ടടിച്ചിട്ടില്ലെന്ന് പറയുന്നത് വിജിലൻസ് ആണ്. അങ്ങനെ അഴിമതി പ്രകാരമുള്ള ഒന്നും കണ്ടെത്തിയിട്ട് ഇപ്പോൾ സ്പീക്കറുടെ ചോദ്യത്തിനാവട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിനാവട്ടെ ആരായാലും അന്വേഷിച്ച് സമർപ്പിക്കുന്ന റിപ്പോർട്ട് വിജിലൻസ് റിപ്പോർട്ടാണല്ലോ, സംസ്ഥാനത്തെ ആധികാരികമായ അഴിമതി വിരുദ്ധ ഏജൻസി അല്ലേ? ആ ഏജൻസി പറയുകയാണ് ഈ പ്രതിപക്ഷ നേതാവ് അഴിമതി നടത്തിയിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് പിന്നെ ആരോപിക്കാൻ പറ്റുക? അത് വിജിലൻസിൻ്റെ യഥാർത്ഥത്തിൽ ഈ അന്വേഷണം, വിജിലൻസിൻ്റെ വിവിധ രീതിയിലുള്ള അന്വേഷണമുണ്ട്. രഹസ്യാന്വേഷണമുണ്ട്, രേഖകൾ പരിശോധിക്കലുണ്ട്, പ്രിലിമിനറി എൻക്വയറി ഉണ്ട്, അതുപോലെ തന്നെ അന്വേഷണമുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന റിപ്പോർട്ടാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട്. ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്. UDFൻ്റെ പ്രതിനിധി ഉൾപ്പെടെ, കോൺഗ്രസ്സുകാരുൾപ്പെടെ, ശ്രീ VD സതീശൻ ഉൾപ്പെടെ മറുപടി പറയേണ്ട പ്രശ്നം എന്താണ്? VD സതീശൻ വിദേശത്ത് പോയി പണം സ്വീകരിച്ചിട്ടുണ്ടോ, പണം പിരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം. ആ ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ മറുപടി ഇല്ല. പിരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ പ്രളയവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ മന്ത്രിതല സംഘത്തിന് പോലും വിദേശ സഹായം നേടാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ VD സതീശന് പ്രത്യേക അനുമതി കിട്ടിയിട്ടുണ്ടോ? കിട്ടാതെയാണോ അദ്ദേഹം പണം പിരിച്ചത്? അദ്ദേഹം ഈ പറഞ്ഞ പുനർജനിയിലേക്ക് അദ്ദേഹം പണം കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇദ്ദേഹം 200 ചില്ലാണം വീട് നിർമ്മിച്ചു എന്ന് പറയുന്നു. ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഡീറ്റെയിൽസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. FCRA നിയമം ലംഘിച്ച് വിദേശത്ത് പോയി പണം പിരിക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായ അനുമതി ഉണ്ടോ? അദ്ദേഹം നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഉൾപ്പെടെയുള്ള അനുമതി വാങ്ങിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ അനുമതി വാങ്ങിയിട്ടുണ്ടോ? സംസ്ഥാന മന്ത്രിമാർക്ക് പോലും ലഭിക്കുന്നില്ലല്ലോ. അദ്ദേഹം ഒരു MLA മാത്രമാണല്ലോ.
പുനർജനിയുടെ വരവ് ചെലവ് കണക്കുകൾ വെളിപ്പെടുത്താമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ. എത്ര ശരി. കാലമായി, അല്ല, വർഷങ്ങളായി വസ്തുതയോട് ചോദിക്കാം. ഏതെങ്കിലും കണക്ക് അദ്ദേഹം വെളിപ്പെടുത്തി? പക്ഷേ അഴിമതി നടത്തിയെന്ന് അന്വേഷിക്കുന്ന വിജിലൻസ് അന്വേഷിക്കില്ല. അല്ല എസ് കെ സതീഷ്, താങ്കൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പൊതുസമക്ഷം നമുക്ക് വസ്തുതയോട് ചോദിക്കാം. അല്ല ഞാൻ ചോദിക്കുന്നത്, നമുക്ക് താങ്കൾ ഇപ്പോൾ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് കോൺഗ്രസിനോട് ചോദിക്കാം, കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. അത് ഇഷ്ടപ്പെടുത്തോടെ നടക്കാം. പക്ഷേ അന്വേഷണ ഏജൻസി എന്നുള്ളത് എനിക്ക് വിജിലൻസ് അന്വേഷണം ഉണ്ടാവില്ലേ? അന്വേഷണ ശേഷം അഴിമതി കണ്ടെത്തിയിട്ടില്ല എന്ന് വിജിലൻസ് പറയുന്നത്. ഞാൻ തർക്കത്തിനില്ല. അതിനെ അവിശ്വസിക്കുന്നത് എന്തിനാണ്? സർക്കാരിന്റെ ഏജൻസി അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഞാൻ പറയട്ടെ, വിജിലൻസ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിട്ടില്ല. ഉണ്ട്. നിയമവിരുദ്ധമായി പണം കൊണ്ടുവരികയും ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വിശദമായി പരിശോധിക്കാൻ വിജിലൻസിന് കഴിയില്ല. അത് രാജ്യത്തിനപ്പുറത്തുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് വേണ്ടി വിജിലൻസ് ശുപാർശ ചെയ്യുന്നത്. വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചതല്ല, CBI അന്വേഷിക്കുന്നതാണോ? രാജ്യാന്തര മാനങ്ങളുള്ള പ്രശ്നമാണിത്. CBI അന്വേഷിക്കുന്ന അഴിമതിയാണോ? CBI അന്വേഷിക്കണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്യുന്ന അഴിമതിയാണോ? അല്ല, അഴിമതി തന്നെയാണല്ലോ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതി ഇല്ലെന്ന് പറയുന്ന വിദേശത്ത് പോയി സർക്കാരിന്റെ വിജിലൻസ് 4 മാസം മുമ്പ് പറയുന്ന അഴിമതി ഇല്ലെന്ന് പറയാ. ആഷ്മി, ഇങ്ങനെ താങ്കൾ ഒന്നുകിൽ ചോദ്യം ചോദിക്കുക. ആഷ്മി, ഒരു കാര്യം, താങ്കൾ ഇങ്ങനെ തുടരെ ചോദിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ മനുഷ്യന്? ഞാനൊന്ന് പറയട്ടെ. ഞാൻ വേറെ തർക്കത്തിനൊന്നുമില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം, അങ്ങനെ ഒരു ക്ലീൻ ചിറ്റും ശ്രീ VD സതീശന് വന്നിട്ടില്ല. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ അദ്ദേഹം മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും ലഭിക്കാത്ത കേന്ദ്രത്തിൻ്റെ അനുമതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാതെ നിയമവിരുദ്ധമായി വിദേശത്തുനിന്നും പണം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പണം അദ്ദേഹം സ്വീകരിച്ചു, ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കെല്ലാം പോകേണ്ടത് മറ്റൊരു അന്വേഷണത്തിലൂടെ മാത്രമേ നടക്കൂ. അല്ല, ആ പണം വന്നിരിക്കുന്നത് മറ്റു രീതിയിലാണ്. VD സതീശൻ നേരിട്ട് പണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മാത്രമേ ഈ പറഞ്ഞ ഉത്തരമുള്ളൂ. മറ്റു വഴിയിലൂടെ അദ്ദേഹം അത്ര മണ്ടനൊന്നാണെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. സ്വന്തം അക്കൗണ്ടിലൂടെ പോയി പണം വാങ്ങാൻ അദ്ദേഹം മണപ്പാട് ഫൗണ്ടേഷന്റെ അതുകൊണ്ട് പറയട്ടെ, വിജിലൻസ് മണ്ടന്മാരല്ലാത്തതുകൊണ്ട് തന്നെയാണ്. മണ്ടന്മാരല്ല, മറ്റക്കൗണ്ടിൽ കൂടി പണം വാങ്ങി പ്രതിഷേധം അഴിമതി നടത്തിയെങ്കിൽ കണ്ടെത്താൻ കഴിവുള്ള ഏജൻസിയാണ് വിജിലൻസ് അല്ലേ? ആഷ്മി, ഒരു കാര്യം, ഞാൻ ഒരു തർക്കത്തിനുമില്ല. ആഷ്മിക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ആയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു വാക്ക് പിന്നെ ആഷ്മിയുടെ ഒരു വാക്ക് പിന്നെ എൻ്റെ ഒരു വാക്ക്, അങ്ങനെ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. ഇത് ഒരു ആശയപരമായ ഒരു സംവാദമല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് തോന്നട്ടെ. താങ്കൾ വല്ലാതെ പ്രയാസപ്പെടേണ്ട കാര്യമില്ലല്ലോ. തെറ്റായ ഒരു കാര്യം ഞാൻ അവതരിപ്പിക്കുന്നു. VD സതീശൻ മഹാനാണ്, അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജനങ്ങൾക്ക് ബോധ്യമാകുന്നെങ്കിൽ അങ്ങനെ ബോധ്യമായിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. കൊണ്ടേയിരിക്കല്ലേ ഒരു കാര്യം ഇന്ത്യയിൽ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, വിജിലൻസിന്റെ വിവിധങ്ങളായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലെ ഘടകങ്ങളുണ്ട്. അതിൽ ഈ പറഞ്ഞ സ്പീക്കറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചോദ്യങ്ങൾ, നേരിട്ട് പണം വാങ്ങിയോ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടി മാത്രമാണത്. ആ ചോദ്യത്തിനപ്പുറത്തേക്ക് ഈ കേസിൻ്റെ മാനമെന്ന് പറയുന്നത് അതിലും വലുതാണ്. രാജ്യാന്തര ബന്ധമുള്ള ഒരു വിഷയമാണിത്. അതിനകത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി അദ്ദേഹം പണം പിരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. ആ പണം പിരിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പണം എവിടെ നിന്ന് പിരിച്ചു, എത്ര കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചത്, ആ പിരിച്ച പണം ഈ പറഞ്ഞ മണപ്പാട് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളിലൂടെയാണ് പുനർജനിയിലേക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അത് വിജിലൻസിന് അന്വേഷിക്കുന്നതിനേക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് വിജിലൻസ് അവിടെ പറയുന്നത് എന്താണ്? ഇതിൽ വിജിലൻസ് പറയുന്നു അദ്ദേഹം ഈ രീതിയിൽ നേരിട്ട് പണപ്പിരിവ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അത് വിദേശ ചട്ടങ്ങൾ മുഴുവൻ വിദേശ വിനിമയ ചട്ടങ്ങൾ മുഴുവൻ ലംഘിച്ച് ഇന്ത്യയിലെ നിയമങ്ങൾക്കെതിരായിട്ടാണ്. അത് ചെലവഴിച്ചതും വന്ന വഴിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് വിദേശത്തുനിന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. CBIയുടെ അന്വേഷണം വേണമെന്ന് പറയുന്നത്. പറയട്ടെ, ഞാൻ താങ്കൾ ഇടപെട്ടുകൊണ്ട് ചില കാര്യങ്ങളേക്ക് പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതായത് കള്ള നാണയമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. താങ്കളുടെ ശബ്ദം ഇങ്ങനെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കാമോ?
ഞാൻ വാക്ക് തുറക്കുമ്പോൾ ചെവിയിൽ ആഷ്മിയുടെ വാചകങ്ങൾ കേൾക്കുകയാണ്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒരു മനുഷ്യന് സാധ്യമാണോ? പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഒരു കാര്യം, ഒന്ന്, VD സതീശൻ എന്ന് പറയുന്ന കള്ളനാണയം, അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. അതിലാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹം വിദേശത്ത് പോയി പിരിച്ചില്ല എന്ന് പറയുന്നു. പിരിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ വരുന്നു. നിയമസഭയിൽ വേറെ കള്ളം പറയുന്നു. പിന്നെ മാത്രമല്ല, അദ്ദേഹം സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞു. ഈ കാര്യത്തിൻ്റെ പുനർജനിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്തേ വർഷങ്ങളായിട്ട് നടത്താഞ്ഞത്? മറ്റ് ഓഡിറ്റിംഗ് വേണ്ട, എനിക്ക് ജനങ്ങളാണ് പ്രധാനം, ജനങ്ങളുടെ മുന്നിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞു. സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കളവായിരുന്നു എന്ന് നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെയും അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലൂടെയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി വിപുലമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണം എന്ന് പറയുന്നത് ഇത് രാജ്യത്തിന് പുറത്തുൾപ്പെടെയുള്ള കാര്യങ്ങളായതുകൊണ്ട് CBI അന്വേഷിച്ചിട്ട് എങ്ങനെ അവിടുന്ന് പണം വന്നു, അതെങ്ങനെ ചെലവഴിച്ചു എന്നെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഞാൻ ഇടപെടുന്നു. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയണം. അതുകൊണ്ട് പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇത് സ്പീക്കറുടെ ചോദ്യം ഈ MLA അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് മാത്രമല്ല, വളരെ വ്യക്തമായി വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറയുന്നത് അഴിമതി നിരോധന നിയമം സെക്ഷൻ 77A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ VD ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കണ്ടെത്തുന്നത് വിജിലൻസ് ആണ്, സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് ആണ്. ആ കൊടുത്ത റിപ്പോർട്ട് 4 മാസം മുമ്പുള്ള റിപ്പോർട്ടാണ്. അതിന് സാങ്ക്ടിറ്റി ഉണ്ട്. ശ്രീ SK സതീഷ്, ഞാൻ അങ്ങനെയൊക്കെ എത്തണം. ശ്രീ വസന്തശ്രീയൊക്കെ ശരി, ഈ അഴിമതി, അതായത് പ്രതിപക്ഷ നേതാവ് അവിടുന്ന് പണം വന്ന് അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് വിജിലൻസ് കൃത്യമായി പറയുന്നുണ്ട്. അത് സ്പീക്കർ കൊടുക്കുന്ന റിപ്പോർട്ടുമാണ്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന എന്താണ്, ഇപ്പോൾ 1 വർഷം മുമ്പ് വന്നതാണെങ്കിൽ കൂടി ആ റിപ്പോർട്ടിൽ പറയുന്ന VD സതീശൻ MLA നെയിം ഓഫ് സസ്പെക്ട്, recommendation legal action under the Foreign Contribution Regulation Act 2010 for the violation of the section 32A of the said act, അതോറിറ്റി ടു ടേക്ക് ആക്ഷൻ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ CBI ഈ പറഞ്ഞ അഴിമതി ഇല്ല എന്ന് വിജിലൻസ് പറയുമ്പോഴും അവിടെ പോയി പണം പിരിച്ചതിൽ FCRA നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് CBI അന്വേഷിക്കണമെന്ന് എന്ന് ഈ പറഞ്ഞ വിജിലൻസ് പറയുന്നതിൽ എന്താ പ്രസക്തി ഇല്ലേ വസന്ത്? അല്ല നോക്കൂ ഹാഷ്മി, വിജിലൻസ് ഡയറക്ടറാണ് ഇങ്ങനൊരു നോട്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ താഴെ കുറിക്കുന്നത്. സാധാരണ അന്വേഷണ റിപ്പോർട്ടിൽ വിജിലൻസ് ഡയറക്ടർമാർ നോട്ട് കുറിക്കാറുണ്ട്. പക്ഷെ എപ്പോഴാണെന്നറിയാമോ? ഞങ്ങൾ അന്വേഷിച്ച് ഇതാ ഇന്നതൊക്കെ കണ്ടെത്തി. പക്ഷേ ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാകിയാൽ അതിനോടൊപ്പം തന്നെ അതിനുള്ള പരിധി നിലവിലെ അന്വേഷണ ഏജൻസി എന്ന നിലയിൽ വിജിലൻസിന് ഇല്ലാത്തതിനാൽ മറ്റൊരു അന്വേഷണ ഏജൻസി, ഒരു പ്രയർ ഇൻവെസ്റ്റിഗേഷൻ ടീം ഷുഡ് കം ഓൺ ദിസ് മാറ്റർ എന്നാണ് പറയുക. പക്ഷേ ഈ വിജിലൻസ് ഡയറക്ടറിന്റെ നോട്ടിന്റെ തൊട്ടു മുകളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് വായിക്കണം. ആ റിപ്പോർട്ടുമായി താതാമ്യപ്പെടുന്ന സാമ്യമുള്ള റിപ്പോർട്ടാണ് നേരത്തെ ഹാഷ്മി തന്നെ വായിച്ചത്. ഒന്ന്, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് VD സതീശൻ MLA അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. ഒന്നാമത്തെ ആരോപണം പൊളിഞ്ഞേ. രണ്ടാമത്, അതിനുശേഷം അദ്ദേഹം സ്ഥലം വാങ്ങിയോ എന്നുള്ളതാണ്, അത് അന്വേഷിച്ചിട്ടില്ല. 3, പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ള മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ് VD സതീശൻ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല, അതായത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല. അഴിമതി നിരോധന നിയമം എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള സംസ്ഥാനത്തിന്റെ വിജിലൻസ് പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുന്ന ആ പണം ഏതെങ്കിലും തരത്തിൽ ക്രമവിരുദ്ധമായി ചെലവാക്കി എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടില്ല. അതാണ് റിപ്പോർട്ട്. പക്ഷെ എൻ്റെ ചോദ്യം അപ്പോഴും ഈ വിദേശത്ത് പോയി പണം പിരിക്കാനുള്ള അനുവാദം, പെർമിഷൻ പ്രതിപക്ഷ നേതാവിനുണ്ടോ എന്ന ചോദ്യം, ഒരു MLA ക്കുണ്ടോ എന്ന ചോദ്യം സാങ്കേതികമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അത് അന്വേഷിക്കണമെന്ന് എന്താ വിജിലൻസ് പറയുന്നത്. അല്ല അന്വേഷിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് അങ്ങനെ വിദേശത്ത് പോയി ഫണ്ട് പിരിച്ചോ എന്ന് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, എനിക്കൊന്ന് LDFന്റെ ക്യാമ്പിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആരോ ഉണ്ട് അവിടെ. ഞങ്ങൾക്ക് അനുകൂലമായി ജനം ചിന്തിക്കുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ വെണ്ടേറ്റ നടത്തുന്നു, ഒരു പൊളിറ്റിക്കൽ വേട്ടയാടൽ നടത്തുന്നു എന്ന കണക്കിന് ജനത്തിന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് അവിടെ നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P. ശശിയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോ ഒരാൾ UDF അടുത്ത തവണ അധികാരത്തിൽ വരണമെന്നും അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഊർജ്ജം കൂട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അയാളോട് ഏതായാലും ഹൃദയംഗമമായ നന്ദിയുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ,
വിജിലൻസ് മാത്രമല്ല ഹാഷ്മി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചത്. ഒന്ന്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഒരു ഹർജി വന്നു. ആ ഹർജി വെറുതെ തള്ളിക്കളയല്ല കേട്ടോ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി പ്രഥമ ദൃഷ്ട്യാ കേസ് നിൽക്കില്ല എന്നും ആ കേസ് എടുക്കാൻ പറ്റില്ല എന്നും കണ്ടുകൊണ്ടാണ് ആ ഹർജി ഒന്നാമത് തല്ലുന്നത്. അപ്പോൾ ആ ഡിവിഷൻ ബെഞ്ച് തള്ളിയതിനു ശേഷം ഇവർ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. സിംഗിൾ ബെഞ്ചും തള്ളി. അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് FIR ഇട്ട് അന്വേഷിക്കണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞതാണ്. രണ്ടാമതാണ്, FIR ഇടാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ സർക്കാരിന്റെ ശുപാർശ പ്രകാരം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ദ്രുതഗതിയിലുള്ള അന്വേഷണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് യാതൊന്നുമേ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടുള്ളത്. പക്ഷേ ലാവ്ലിൻ കേസിൽ അങ്ങനെയല്ല. ലാവ്ലിൻ കേസിൽ എങ്ങനെയാണ് CBIക്ക് വിടുന്നതെന്ന് ചോദിച്ചാൽ FIR ഉണ്ട്, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസിൽ FIR ഇല്ല, കുറ്റപത്രവുമില്ല. ഇനി ഇത് CBIക്ക് വിടുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഭയമില്ലെന്നേ. കാരണം ഇത് CBIക്ക് വിട്ടാൽ കേരളത്തിനപ്പുറത്തേക്ക് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഒരു മണ്ഡലത്തിൽ പ്രളയത്തിന്റെ ഭാഗമായി 25,000 വീടോളം നഷ്ടപ്പെട്ട്, കൂടും കുടുക്കയും നഷ്ടപ്പെട്ട്, ജീവനോപാധിയും നഷ്ടപ്പെട്ട് ഒരു ജനത നെഞ്ചത്തടിച്ച് കരയുന്ന സമയത്ത് അവിടുത്തെ ജനപ്രതിനിധി എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മുഴുവൻ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് CBIക്ക് കണ്ടെത്തേണ്ടതായി വരും. അതിനോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ടും കൂടി ചേർത്ത് വായിക്കപ്പെടും. ഏത് ഇലക്ഷൻ സമയമാകുമ്പോൾ അതുവരെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കേസിന്റെ തൊപ്പും തൊങ്ങലും അടിച്ചു മാറ്റിയെടുത്തുകൊണ്ട് അതിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വൈര്യം തീർക്കാൻ വേണ്ടി ഒരു സർക്കാരിന് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുക എന്നതും ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റും. ഇനി FCRA നിയമലംഘനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആഡ് ചെയ്യാം. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മനപ്പാട്ട് ഫൗണ്ടേഷൻ മാത്രമല്ല കേട്ടോ, ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് അതിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഉണ്ട്. പുനർജനിയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് NGOs ഉണ്ട്. അവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുകയാണ് ആ മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ ആര് ചെയ്തത്, VD സതീശൻ ചെയ്തത്. അത് ചെയ്യാൻ പാടില്ലല്ലോ ഇല്ലെന്നല്ലോ. ഇനി ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന മണപ്പാട്ടാവട്ടെ, അല്ലെങ്കിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു NGO ആവട്ടെ, അവരെല്ലാം FCRAക്ക് അതാത് വർഷം ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. അതാണ് ഈ രാജ്യത്തെ നിയമം. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പുനർജനി പദ്ധതി നടന്നതിന് ശേഷവും അതിനുശേഷം ഇപ്പുറത്ത് ഇങ്ങോട്ട് 2025 വരെയുള്ള എല്ലാ വർഷവും FCRAയുടെ മുമ്പിൽ, ബഹുമാനപ്പെട്ട FCRA ഡൽഹിയുടെ മുമ്പിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഈ ഏജൻസികളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും FCRAക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന മണപ്പാട്ടിന്റെ FCRA പോകുമായിരുന്നു, ഈ പറയുന്ന ചിറ്റിൽപ്പള്ളി ഫൗണ്ടേഷന്റെ FCRA പോകുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ NGOകൾ ഇതുമായി ബന്ധപ്പെട്ട് കോർഡിനേഷനിൽ പ്രവർത്തിച്ച NGOകളുടെ FCRA നഷ്ടപ്പെടേണ്ടതായിരുന്നു. അതായത് FCRAക്ക് പോലും അങ്ങനെ ഒരു ടേക്കില്ല. ഇനി അങ്ങനെ ചോദ്യം, അവിടെ പോയി പണം പിരിച്ചോ എന്ന് ചോദിച്ചാൽ VD സതീശൻ പണം പിരിച്ചിട്ടില്ല എന്നല്ല, പണം പിരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്തത് ഒരു കോർഡിനേറ്ററിന്റെ പ്രവർത്തനമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ആ വീഡിയോ പ്ലേ ആവും എന്ന് പറഞ്ഞാൽ ഇത് ഇന്നിപ്പോ ഈ വിജിലൻസിന് കൂടെ കൊടുത്ത തെളിവ് എന്ന് പറയപ്പെടുന്ന ആ വീഡിയോ ആണ്. ആ വീഡിയോ പ്ലേ ആവും. House. The first priority is a paralyzed man. If there is a paralyzed man in the house, he will give the first priority. And the children who are affected, autism, mentally retarded, and cerebral palsy, they will give the second priority. And the third priority will go to the woman-headed families. And now, when you are around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. Yes. ഇതാണ് ഇപ്പോൾ കേസിനാസ്പദമായ പ്രധാന സമയം. ഇത് രഹസ്യമായിട്ടൊന്നുമല്ല, പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടപ്പെടുന്ന എൻ്റെ വിശ്വാസം. കാര്യം VS ഇതിൻ്റെ ഈ വീഡിയോ പുറത്തേക്ക് വരുന്നതിന് തൊട്ടും അവിശ്വാസപരമായ ചർച്ചയിലാണ് തുടക്കമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ജെയിംസ് മാത്യു MLA ഈ ആരോപണം ഉന്നയിക്കുന്നു. അന്ന് CD ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. CD ഉണ്ടെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ കിടന്ന ഈ വീഡിയോ ആണ്. അന്നൊരു വിജിലൻസ് അന്വേഷണത്തിൽ കാര്യങ്ങൾ പോയതാണെന്നും നടന്നില്ല. പിന്നെ സ്പീക്കർക്ക് പരാതി പോയി, അപ്പോഴും ഒന്നും നടന്നില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലോട്ട് പോയി, അവിടെ തള്ളി. ഡിവിഷൻ ബെഞ്ചിലോട്ട് പോയി, അവിടെ തള്ളി. CBI വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. എന്താ സജീഷ്? ഹാഷ്മി ഒറ്റ കാര്യം താങ്കൾ ഈ പറയുന്നതിന്റെ ഇടയിൽ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ താങ്കൾ ഒന്ന് ചേർക്കേണ്ടതാണ് നിഷ്പക്ഷമായിട്ട്. VD സതീശൻ നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ എന്താ പറഞ്ഞത്? ഞാൻ ബർമിംഗ്ഹാം പോയി പൈസ പിരിച്ചിട്ടില്ല, 1 രൂപ പോലും പിരിച്ചിട്ടില്ല, പൈസക്ക് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അവിടെ പോയത് എന്തിനാണ്? അന്താരാഷ്ട്ര പരിസ്ഥിതി സെമിനാറിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടില്ലേ കേരളത്തിലെ നിയമസഭയിൽ? ഫേസ്ബുക്കിൽ വീഡിയോ അടക്കല്ലേ SK സതീഷ്? അത് രഹസ്യമല്ല, പരമരഹസ്യമായിട്ട് ജെയിംസ് മാത്യു കൊണ്ടുവന്നല്ല. ജെയിംസ് മാത്യു കൊണ്ടുവന്നത് ഫേസ്ബുക്കിൽ VD സതീശന്റെ പേജിൽ എടുത്ത വീഡിയോ. ഈ വീഡിയോ
കള്ളം പൊളിഞ്ഞതല്ലേ ആഷ്മി? അല്ലെന്നേ, അതിന് ഫേസ്ബുക്ക് കിടപ്പുണ്ട്, പൊളിഞ്ഞു പോയതല്ലേ? അതിനും ഫേസ്ബുക്ക് കിടക്കാതെ കിടക്കുന്ന വീഡിയോ അറിയാതെ പറഞ്ഞ എന്തായിരുന്നു? നിയമസഭയിൽ പറഞ്ഞത് ഞാൻ ബർമിംഗ്ഹാം പോയി പണം പിരിച്ചിട്ടില്ല. ഞാൻ അന്താരാഷ്ട്ര പരിസ്ഥിതി സെമിനാറിൽ പങ്കെടുക്കാനാണ് പോയത്. സംസാരിക്കുന്നതാണോ ആഷ്മി ഇപ്പൊ ഇവിടെ സംരക്ഷണം ചെയ്തത്? സംരക്ഷണം ചെയ്ത് ബർമിംഗ്ഹാമിലെ സെമിനാറിൽ പരിസ്ഥിതിയെ കുറിച്ച് പറയുന്ന കാര്യമാണോ ആഷ്മി ഇപ്പൊ ഇവിടെ സംരക്ഷണം ചെയ്തത്? പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്കിൽ എടുത്ത വീഡിയോ, ആ വീഡിയോ ഇപ്പൊ കിടപ്പുണ്ടെന്നേ, അത് രഹസ്യ വീഡിയോ അല്ല. ശരി, ഞാൻ എത്താം. അതെ, ഫേസ്ബുക്കിൽ നിന്ന് താങ്കൾ എടുത്തോ? പക്ഷേ നിയമസഭയെ കുറിച്ച് പറയുമ്പോ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ ഒരു പച്ച കള്ളം കൂടി സൂചിപ്പിക്കാൻ ഹാഷ്മിക്കുണ്ട്. ഈ ബർമിംഗ്ഹാം പോയിട്ടുള്ള പ്രസംഗം അവിടെ കിടക്കുമ്പോ നിയമസഭയിൽ പറയുകയാണ്, ഞാൻ അന്താരാഷ്ട്ര അടിസ്ഥാനത്തിലുള്ള ഒരു പരിസ്ഥിതി സെമിനാറിൽ, വലിയൊരു സെമിനാറിൽ പങ്കെടുക്കാനാണ് പോയത്, 1 രൂപ പോലും ഞാൻ പിരിച്ചിട്ടില്ല. റിപ്പോർട്ട് കൊടുത്തു സജീഷേ, ഞാൻ എത്താം. അതങ്ങനെ വിടുക, അതങ്ങനെ വിടുക. സാറേ, ഒരു സംസ്ഥാനത്ത് ഒരു നേതാവ് അഴിമതി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വിജിലൻസ് ആണ്. ചോദ്യത്തിൽ വരേണ്ടതല്ലേ? ആ വിജിലൻസ് അന്വേഷിച്ച പ്രതിപക്ഷ നേതാവ് അഴിമതിക്കാരനല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ സതീഷ് അങ്ങനെ പറയാൻ പറ്റുക? അഴിമതിക്കാരെന്ന് പറയാൻ പറ്റുക? അല്ല, അത് വിട്, അത് അഴിമതിക്കാരനല്ലാന്നൊന്നും ആഷ്മി തീർത്ത് പറയല്ലേ. ഞാൻ പറഞ്ഞല്ല, വിജിലൻസ് പറഞ്ഞു. നമുക്കറിയാം, നാളെ കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വിജിലൻസ് പറഞ്ഞു വിവരങ്ങൾ അറിയാം. പക്ഷെ ആഷ്മിയോട് എന്റെ ലളിതമായ ഒറ്റ അഭ്യർത്ഥനയുള്ള ഒറ്റ കാര്യമുള്ളൂ. ആഷ്മി നിയമസഭയിൽ മുക്കും മൂലയുമുള്ള എല്ലാ കാര്യങ്ങളും പറയുമ്പോ കള്ളം പറയുന്ന വി.ഡി. സതീശനെ എന്തുകൊണ്ട് കാണാൻ വേണ്ടി പറ്റിയില്ല എന്ന ചോദ്യം അപ്പുറത്ത് കോൺഗ്രസ് പ്രതിനിധിയോട് ഒരു മറുപടി പറയട്ടെ. വി.ഡി. സതീശൻ എന്തിനാണ് കേരള നിയമസഭയിൽ ഞാൻ ബർമിംഗ്ഹാമിൽ പോയി പരിസ്ഥിതിയെ സംരക്ഷിക്കാനാണ്, 1 രൂപയ്ക്ക് ആവശ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ശരി, ബസ്സോട് ചോദിക്കട്ടെ. ശരി, ഞാൻ പറഞ്ഞ ഒന്നും തന്നെ 16 പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അടുത്ത ഓടത്തിൽ വസ്ത്രം ചോദിക്കാൻ കാര്യം ഉറപ്പായി ചോദിക്കാം. എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നന്ദി. ഓക്കെ, ഡൺ. അപ്പൊ ജിതിന്റെ ഞാൻ പറഞ്ഞു വന്നത്, ശരി ജിതിന്റെ ഞാൻ പറഞ്ഞു വന്നത്, ഹൈക്കോടതിയിലേക്ക് പോയി സിംഗിൾ ബെഞ്ച് പോയി തള്ളി. ഓക്കെ, അവിടെ തള്ളി. ഡിവിഷൻ ബെഞ്ചിലോട്ട് പോയി, അവിടെയും തള്ളി. CBI അന്വേഷണം വേണ്ട ഒരു കാര്യമില്ലെന്ന് കണ്ട കേട്ടോ, അവിടെ തള്ളി. ഇതവിടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ. അപ്പോൾ ഇത് CBI എടുത്ത് കൂലങ്കഷമായ അന്വേഷണത്തിന് വിധേയമാക്കാനുള്ള ഒരു കേസായി എന്ന് കരുതുന്നുണ്ടോ CBI? അല്ല, ചോദ്യം അങ്ങനെയല്ല. അടുത്ത പ്ലീസ് സജീഷ് എന്തിനാണ് ഈ അലച്ചോണ്ടിരിക്കുന്നത്? പറയൂ. സജീഷ് എന്തിനാണ് ഈ അലക്കുന്നത്? പറയൂ, അലക്കെന്ന് പറയല്ലേ. പറഞ്ഞു. അല്ല, അലക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലക്കുന്നത് നമ്മുടെ പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്. എന്റെ ചോദ്യം, ഇത് സിംഗിൾ ബെഞ്ചിൽ പോയതാണ്, ഡിവിഷൻ ബെഞ്ചിൽ പോയതാണ്, രണ്ടാമത്തെ വിജിലൻസിൽ പോയതാണ്. ഈ പറഞ്ഞ പല അന്വേഷണങ്ങളിലൂടെ വന്നൊരു കേസാണ്. അത് പുത്തൻ കേസാണെന്ന് പറയരുത്. ഞാൻ അങ്ങ് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇതെന്താ വിഷയം എന്ന് പറയുക ഹാഷ്മി? പാവപ്പെട്ടവന്റെ ഗതികേടിനെ പണപ്പിരിവിനുള്ള അവസരങ്ങളായിട്ട് ഇവർ രണ്ടുപേരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശ്രീ വി.ഡി. സതീശൻ ഈ പങ്ക് പറഞ്ഞതുപോലെ യൂറോപ്യൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്. ഒരു മണി ചെയിൻ കമ്പനിയുടെ പ്രൊമോട്ടറെ പോലെ ഉള്ള ആ ശരീരഭാഷയിലും സംസാര ഭാഷയിലും അദ്ദേഹം പണം ആവശ്യപ്പെടുന്നുണ്ട്. ആ പണം അദ്ദേഹം പിരിച്ചുകൊണ്ട് വന്നത് പിന്നീട് അദ്ദേഹം പറവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വലിയ അഭിമാനപൂർവ്വം അത് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിനിയോഗത്തിൽ സുതാര്യമില്ലായ്മ ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ന് കുറച്ചു മുമ്പ് 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഫ്ളാറ്റിൻ്റെ തറക്കല്ല് മാത്രം കാണിച്ചിട്ടുള്ള നിങ്ങളുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണപ്പിരിവ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നടന്നൊരു തട്ടിപ്പ്, ഇപ്പോൾ ശ്രീ സജീഷിന്റെ ഭാഷ തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാനമുള്ള ഒരു വലിയ തട്ടിപ്പ്. ഈ തട്ടിപ്പിൽ 4 വർഷക്കാലമാണ് വിജിലൻസ് അടയിരുന്നത്. ഏതാണ്ട് 1 വർഷത്തോളം മുഖ്യമന്ത്രി അതിനകത്തൊരു നടപടി സ്വീകരിക്കാതെ വെച്ചുകൊണ്ടിരുന്നു. FCRA 32A ചട്ടലംഘനം ഉണ്ടായി എന്ന് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 1 വർഷം 9 മാസത്തിന് മുകളിലാകുന്നു. അപ്പോൾ അപ്പോഴൊന്നും നടപടി ഇല്ലാത്തപ്പോൾ ഇപ്പം ധൃതി പിടിച്ച് ഒരു അന്വേഷണം വരുന്നു. അപ്പം ഇത് ഇന്ത്യ സഖ്യത്തിലെ 2 മുന്നണികൾ തമ്മിലുള്ള ചക്രത്തെ പോരാണെന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ CBIയുടെ കാര്യം വരുന്ന സമയത്ത് ഇവർക്ക് 2 നിലപാടാണ് CPM-നെ സംബന്ധിച്ച്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ CBI ആവശ്യമില്ല. അതേപോലെ തന്നെ ശബരിമലയിലെ തീവട്ടിക്കൊളയിൽ CBI ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ CBI വേണം, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോഴൊന്നും CBI വേണ്ട, കൊള്ളാത്ത ഏജൻസിയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് CBI നല്ല ഏജൻസിയാണ്. ഇതാണ് നിലപാട്. നോക്കൂ, വിദേശത്തെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മലയാളി, ഇവരെയൊക്കെ വിശ്വസിച്ച് പണം നൽകുകയാണ്.
ഈ പണം ഇവിടെ കൊണ്ടുവരുന്നു. പണങ്ങൾ മാത്രമാണോ? ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർ, ഈ രണ്ട് പാർട്ടികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാർ വിദേശത്ത് പോയിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന ഉപഹാരങ്ങളായാലും മറ്റു ഉപകരണങ്ങളൊക്കെ ആയാലും ഇതെല്ലാം പാവപ്പെട്ട വിദേശ മലയാളി ഇവർ നടത്തുന്ന സാമൂഹ്യ സേവനമാണെന്ന് കണ്ടുകൊണ്ട് പാവപ്പെട്ടവർ കൊടുത്തുവിടുകയാണ്. ഇങ്ങനെ കൊണ്ടുവരുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള അറിവ് പോലും ഉണ്ടാകുന്നില്ല. ഒരു സുതാര്യതയും ഇല്ല. ഇതിനകത്ത് ഒരു ഓഡിറ്റിംഗ് നടക്കുന്നില്ല. ഇങ്ങനെ MLA-മാർ ഈ പറഞ്ഞതുപോലെ ദുരിതം ഉണ്ടാകുന്ന സമയത്ത് MLA-മാരങ്ങ് വിദേശത്ത് പോയി പണം പിരിവെടുത്തണമെങ്കിൽ പിന്നെ സർക്കാർ സംവിധാനങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ലേ? അപ്പൊ ഇതിനകത്ത് കൃത്യമായ തട്ടിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ തട്ടിപ്പുകൾ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അവസരങ്ങളായിട്ട് ഈ സർക്കാർ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നമ്മൾ കണ്ടത്. ഒരു രാഹുൽ ഈശ്വർ അകത്ത് പോയി, പക്ഷേ മറ്റു രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യമൊക്കെ എടുത്ത് സ്വന്തം വിലസി നടക്കാനുള്ള ഈ VD സതീശനെ ബാക്കപ്പ് ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള അവസരമൊക്കെ ഈ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതിനകത്തെല്ലാം രാഷ്ട്രീയമാണ് ഹാഷ്മി. ഇവർക്ക് ജനങ്ങളോടൊന്നും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, ഒരു കടപ്പാടുമില്ല. നോക്കൂ, എല്ലാ തരത്തിലുള്ള തട്ടിപ്പ് കാര്യങ്ങൾക്കുമുള്ള നേതൃത്വം കൊടുക്കുന്നവരുണ്ട്, സ്വർണം കക്കുന്നവരുണ്ട്, അടിവസ്ത്രം മാറ്റുന്നവരുണ്ട്. എല്ലാ തട്ടിപ്പ് സംഘവും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീ MK ഹരിദാസ്, താങ്കൾക്ക് എനിക്കൊന്ന് ടെറൈനെ പറ്റി കുറച്ചുകൂടി ധാരണയുള്ള ആളാണ്, പദ്ധതിയെപ്പറ്റിയും കുറച്ചുകൂടി ധാരണയുള്ള ആളാവണം. എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ നേരത്തെ CBS ദിനദേവ് പറഞ്ഞ പോലെ തറക്കല്ലിടൽ പോലെയുള്ള പരാതികളുണ്ട് എന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വിളിച്ചതായി ഏതെങ്കിലും വിജിലൻസ് കണ്ടെത്തുന്നില്ല. വീട് നിർമ്മിക്കാൻ ഇദ്ദേഹത്തിന് ഇതൊരു കോർഡിനേറ്റർ ഉണ്ട്. ആ കോർഡിനേറ്ററോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വീട് നിർമ്മിക്കാൻ ഒരു ഏജൻസി വന്നാൽ അവർ നേരിട്ട് ആ വീട് നിർമ്മിക്കുന്നു. അതിനുള്ള ബെനിഫിഷ്യറിയെ തീരുമാനിച്ചു കൊടുക്കൽ മാത്രമാണ് MLA-യുടെ ഉത്തരവാദിത്തം, ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം. നേരിട്ട് നിർമ്മിക്കാനുള്ള സൗകര്യമില്ലെങ്കിൽ ലോക്കൽ കോൺട്രാക്ടർമാരുടെ പാനലുണ്ട്, അവർക്ക് അത് കൊടുക്കാം. 2 ലക്ഷത്തിൻ്റെ ചെക്ക് സ്പോൺസർ നേരിട്ട് കൊടുക്കുന്നു തുടങ്ങിയ ഒരു മോഡലാണ് അതാണെന്ന് ആണ് കോർഡിനേറ്റർ പറഞ്ഞത്. അതിനപ്പുറം അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. വിജിലൻസ് അന്വേഷിച്ചു, അഴിമതിയില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത് സ്പീക്കർക്കാണ്, അത് വിലയുണ്ട്. അതേസമയം തന്നെ ഈ പറഞ്ഞ FCRA CBI അന്വേഷിക്കണമെന്ന് അതേ വിജിലൻസ് അതേ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതിൽ കേസിൻ്റെ മെറിറ്റാണോ കാണേണ്ടത്, അതോ നിയമസഭയ്ക്ക് 100 നാൾ മുമ്പ് വരുന്ന 1 വർഷം മുമ്പുള്ള റിപ്പോർട്ട് എന്നാണോ അങ്ങ് കാണുന്നത്? ശ്രീ MK ഹരിദാസ്. ഞാൻ തീർച്ചയായിട്ടും നിയമസഭയ്ക്ക് ഒരു വർഷം മുമ്പുള്ള റിപ്പോർട്ടിനെ കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ പങ്കെടുത്ത എനിക്ക് എൻ്റെ മുമ്പിൽ TV ഇല്ല, അതുകൊണ്ട് തന്നെ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പാവപ്പെട്ടവനെ കുറിച്ച് മുതലെടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികൾ. പാവപ്പെട്ടവനെ വെച്ച് മുതലെടുക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലില്ല. പാവപ്പെട്ടവൻ്റെ ഗതികേട് അതാത് കാലം മുതലെടുത്തുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ സാമ്പത്തിക അടിത്തറ വളർത്തി വലുതാക്കുന്നത് എന്നുള്ളൊരു നഗ്ന സത്യം അത് പറഞ്ഞ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയും മറ്റുള്ളവരും മനസ്സിലാക്കുക. പാവപ്പെട്ടവൻ്റെ ഗതികേട് ഇത്തരത്തിൽ പണമാക്കി മാറ്റുന്ന ഈ നമ്മുടെ ഇത്തരത്തിലുള്ള സംസ്കാരം ഉണ്ടല്ലോ, അതിനൊരു അറുതി വരാതെ ഹാഷ്മി ഇതൊന്നും ഇതൊന്നും നിലയ്ക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ 4 വർഷം ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ അടയിരുന്നു കൊണ്ട് ഈ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം കഴിഞ്ഞ വഴിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം 4 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ സംഭവം പുറത്തേക്കെടുത്തതാണ് ഇപ്പോൾ ഈ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് VD സതീശൻ ഇത് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വിജിലൻസ് പറയട്ടെ, CBI പറയട്ടെ, ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരാരായാലും LKG സ്റ്റുഡൻസ് പെൻസിൽ പരസ്പരം കക്കും, ചെറിയ പെൻസിലും കാര്യങ്ങളും. അവരോട് 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് ടീച്ചർ ചോദിക്കുകയാണ് നീ ആ പെൻസിൽ കട്ടോ ചോദിച്ചാൽ കട്ടിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ. അവിടുന്ന് തൊട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിലേക്ക് വരെ ഈ ചോദ്യം എത്തിക്കഴിഞ്ഞാൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് 2 കൈയും മലർത്തി കാണിക്കാൻ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും തയ്യാറാവുക. അപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ VD സതീശൻ്റെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള മറ്റ് നേതാക്കളോ ഇത്തരത്തിലുള്ള അഴിമതി കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിദേശത്ത് പോയി ഫണ്ട് പിരിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ലെങ്കിലും ഇതിനിപ്പോൾ ഈ തെരഞ്ഞെടുത്തത് CBIക്ക് വിടാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയവും CBIക്ക് വിടാനുള്ള എന്ത് മാനദണ്ഡങ്ങളാണ് അല്ലെങ്കിൽ എന്ത് തെളിവുകളാണ് ഇതിലുള്ളത് എന്നുള്ള ചോദ്യവുമാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചും ഇത് CBIക്ക് വിടേണ്ടതായിട്ടുള്ള കേസല്ല എന്നുള്ള നിലയ്ക്ക് വിധി പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് യാതൊരു കലിപ്പ് തീരാതെ സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഇത് തന്നെ ആവർത്തിക്കുന്നത്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലെ FEMA നിയമലംഘനം ഉണ്ടെങ്കിൽ ഇത് CBI അന്വേഷിക്കുന്നതാവും ഉത്തമം എന്നുള്ളൊരു വരി അതിൽ എഴുതി ചേർത്തിട്ടുണ്ടെന്ന് ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും അത് പറയുന്നില്ല. അത്തരത്തിലുണ്ട്. ഞാൻ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല, കാരണം ഞാൻ ഇന്ന് എറണാകുളത്തില്ല, ഞാൻ ഗുരുവായൂർ ഇരുന്നിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കുക, ഭരണപരാജയം, വിലക്കയറ്റം, ധൂർത്ത്, സ്വജനപക്ഷപാതം, അഹങ്കാരം തുടങ്ങിയിട്ടുള്ള ധാർഷ്ട്യം തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നേരിട്ടിട്ടുള്ള
ഒരു പരാജയത്തിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആയുധം, ഈ CBIയുടെ ആയുധം എടുത്തിട്ട് പ്രയോഗിക്കുന്നതെങ്കിൽ അത് ജനത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയും ഇവിടെ ഭരിക്കുന്ന LDF സർക്കാരും മനസ്സിലാക്കുക, അത് ഗുണത്തെക്കാളേറെ നിങ്ങൾക്ക് ദോഷമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് അത് പൂർത്തീകരിക്കാനുള്ള സമയം ഈ 4 മാസത്തിലില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകൾ പറഞ്ഞിരിക്കുക, വിജിലൻസ് പറഞ്ഞിരിക്കുക, ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പരമോന്നത അന്വേഷണ ഏജൻസിയാണല്ലോ ഈ വിജിലൻസ് എന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങളുടെ ആ അന്വേഷണ ഏജൻസിയും പരമോന്നത നീതിപീഠം കേരളത്തിൻ്റെ 2 ബെഞ്ചുകളും പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നമ്മുടെ എന്താ പറയേണ്ടത് VD സതീശന് ഒരു ബഹുമതി ചാർത്തി കൊടുക്കുന്നത് പോലെ അദ്ദേഹത്തിനെ ഒരു അന്തസ്സായിട്ട് മാറാൻ വേണ്ടിയിട്ട് CBI അന്വേഷണത്തിൽ കൂടി ഇതിൻ്റെ കറ കളഞ്ഞിട്ട് അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി പുറത്തേക്ക് വരികയാണെങ്കിൽ വരാനുള്ള സമയം ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും VD സതീശനെ കൂടുതൽ അനുകൂലമായ ഒരു സാഹചര്യം VD സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഉണ്ടാക്കാനേ ഇത് ഉപകരിക്കൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്ന്. സതീഷിലേക്ക് എത്തുന്നതിന് മുമ്പ് നേരത്തെ സതീഷ് ചോദിച്ച ചോദ്യത്തിന് നേർക്കുനേർ വസന്തോട് ചോദിക്കാം. വസന്ത്, ഈ അത്തരത്തിൽ ഫേസ്ബുക്കിൽ ഈ 500 പൗണ്ടിന്റെ കാര്യം പറയുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സഭയിൽ കള്ളം പറഞ്ഞു എന്നാണ് സതീഷ് പറഞ്ഞത്. അതിന്റെ മറുപടി. അല്ല, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ റിപ്പോർട്ട് നിയമവകുപ്പിന് സമർപ്പിച്ചാണ്. ആ റിപ്പോർട്ട് നിയമവകുപ്പിന് സമർപ്പിച്ച ശേഷവും സർക്കാരിന് താല്പര്യമുള്ള, സർക്കാരിന് നിയന്ത്രണമുള്ള നിയമവകുപ്പ് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഏത്? ഈ വിജിലൻസ് ഡയറക്ടറിന്റെ റിപ്പോർട്ട്. അതിന് തൊട്ട് മുമ്പുള്ള അന്വേഷണ റിപ്പോർട്ടല്ല, വിജിലൻസ് ഡയറക്ടറിന്റെ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട്. വിജിലൻസ് SP-യും അതിനെ തള്ളിക്കളയാണ് ചെയ്തത്. 2, ഈ മണപ്പാട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 ഡസൻ NGO-കൾ, 1 ഡസൻ ഫൗണ്ടേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ VD സതീശൻ മാത്രമല്ല കേട്ടോ, ഈ പറവൂർ മണ്ഡലത്തിന് കീഴിലുള്ള വിവിധ ജനപ്രതിനിധികൾ, അത് CPM ഉണ്ട്, CPM ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ ഒരു ടീമാണ് റീബിൽഡ് പറവൂർ എന്ന കണക്കിന് പുനർജനി, നമുക്ക് പുതുനിർമ്മിക്കാം പറവൂരിനെ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ CPM-ന്റെ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്ക് നന്ദിയുമുണ്ട്. ഇനി ആ വീഡിയോയുമായി ബന്ധപ്പെട്ട്, ആ വീഡിയോ ബഹുമാനപ്പെട്ട ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ശ്രീ VD സതീശന്റെ, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഇപ്പോഴും എന്ന് പറയുമ്പോൾ ഈ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോഴും അത് അവൈലബിൾ ആണ്. അതായത് വിജിലൻസിന്റെ പരിഗണനയ്ക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1ഉം 2ഉം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും പരിഗണനയ്ക്കും ഈ വീഡിയോയും കടന്നു വന്നിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചിട്ടാണ് സർക്കാരിന്റെ വിജിലൻസും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ 1ഉം 2ഉം കോടതിയുടെ ബെഞ്ചുകളും ഇതിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും ഇതിൽ യാതൊരു തരത്തിലുള്ള അഴിമതിയുടെ കണിക പോലും ഇല്ല എന്നും റിപ്പോർട്ട് കൊടുക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇനി ആയതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വീഡിയോയിൽ പറയുന്നത് എന്താണ്? വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഈ പണം കൊടുക്കുന്നത് വെറുതെ നിസ്സാരമല്ല, ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പും. ആ പണം കൊടുക്കുന്നത് എന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ അദ്ദേഹം പറയുന്നുണ്ടോ? ഇല്ല, അത് മണപ്പാട്ട് ഗ്രൂപ്പിന് വേണ്ടിയാണ്. ആ ഗ്രൂപ്പ് നടത്തുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തന്റെ മണ്ഡലത്തിൽ അവർ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പണം ചോദിച്ചു. എന്താ തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അവർക്ക് അങ്ങനെയാണെങ്കിൽ സഭയിൽ പ്രതിപക്ഷ നേതാവ് അക്കാര്യം പറയാറുന്നല്ലോ. ഈ പറയുന്നത് പോലെ ഞാൻ പോയത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ്, ഈ പറയുന്ന പറവൂരാണ് ഏറ്റവും അധികം നഷ്ടം ഉണ്ടായത്, ആ നാടിനെ പുനർജനിക്കാൻ വേണ്ടി ഞാൻ അത്തരത്തിൽ മറ്റു നാടുകളിൽ പോയി ഈ ഫൗണ്ടേഷൻ വഴി എന്തെങ്കിലും സഹായം തേടാൻ ആവശ്യപ്പെട്ടു എന്ന് സഭയിൽ പറയാമല്ലോ. അത് മാരകമായ ആനക്കുറ്റമൊന്നുമല്ലോ, നാടിന് നല്ലതിന് വേണ്ടിയല്ലേ വസന്ത്? അല്ലല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. സഭയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോടുള്ള നേർക്കുനേർ ചോദ്യം അവിടെ പോയി പണം പിരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ പോയി പണം പിരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, സഭയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ നിങ്ങൾ ക്ലീൻ ചിറ്റ് പ്രതിപക്ഷ നേതാവിനെ എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് തന്നെ ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കറാണെന്നേ. സ്പീക്കർ നിയമവകുപ്പിനോട് ചോദിച്ചതിന് ശേഷം അവിടെ നിന്ന് കൊടുക്കുന്ന റിപ്ലൈ ലെറ്ററാണ് ഞാനടക്കം ഉപയോഗിക്കുന്ന ആ ലെറ്റർ. അതായത് കേരള നിയമസഭയുടെ സ്പീക്കർ പോലും ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ VD സതീശനെ കൊടുക്കാൻ സാധിക്കുമോ എന്ന അന്വേഷണം നിയമവകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതിന് സാധ്യതയില്ലാത്തത് കൊണ്ടാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി ഞാൻ സജീഷിനോടൊരു കാര്യം പറയാം. ഈ നിയമസഭയിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ അടിവസ്ത്രം അടിച്ചു മാറ്റി ആന്റണി രാജുവിനെ കുറച്ചാൽ 97 MLA-മാരുണ്ടല്ലോ, ഒരാളെ കൊണ്ട് അവകാശ ലംഘനത്തിന് എന്താ നോട്ടീസ് കൊടുക്കാത്ത ഇത്രയും കാലമായിട്ട്? അതിനെന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? സ്പീക്കർ എന്താ നടപടി സ്വീകരിക്കാത്തത്? അതായത് നിയമപരമായി തട്ടുകേട് കിട്ടുമെന്നും നിയമപരമായി കേസ് നിൽക്കില്ല എന്നും, അങ്ങനെ നിങ്ങൾ ഇനി അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്ത് നിങ്ങളുടെ സ്പീക്കർ നടപടി എടുത്താൽ അതിനെ പോലും നിയമപരമായി ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നേരിട്ടാൽ കോടതിയിൽ നിന്ന് ഈ മടല് വെട്ടി അടി കിട്ടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഞാൻ തിരികെ സതീഷ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവിനെ കുറ്റമുക്തനാക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് പോലെ തന്നെ
FCRAയും നിലനിൽക്കുന്ന റിപ്പോർട്ടും സർക്കാരിൻ്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ്. FCRAയുടെ സെക്ഷൻ അതിന് കാരണമായി പറയുന്നത് FCRAയുടെ സെക്ഷൻ 3(1) വിവരിക്കുന്ന ഏതെങ്കിലും കാറ്റഗറിയിൽ മണപ്പാട് ഫൗണ്ടേഷൻ വരില്ല എന്നും VD നേരിട്ട് ഏതെങ്കിലും വിദേശ സംഭാവന സ്വീകരിച്ചിട്ടില്ലെന്നും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ സർക്കാർ റിപ്പോർട്ട് കൊടുത്തു എന്ന് തന്നെയാണ് അറിവ്. എന്തായാലും FCRA നിലനിൽക്കുമോ എന്ന കാര്യം അന്തിമമായി തീരുമാനിക്കേണ്ടത് CBI ആണ്. അന്വേഷണ റിപ്പോർട്ടെ ശ്രീ SK സജീഷ്, പക്ഷേ ഈ ഒരു വർഷത്തെ കാലതാമസത്തെ പറ്റി എന്താണ് മറുപടി പറയാൻ പറ്റുക? ഒരു വർഷം മുമ്പ് കൊടുത്ത റിപ്പോർട്ടിൽ സ്പീക്കറോട് ശുപാർശയ്ക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ CBIക്ക് വിടുന്നതിൽ CPM രാഷ്ട്രീയമായി CBI പൊളിറ്റിക്കൽ വേട്ടകളുടെ ടൂളാണ് എന്നൊക്കെ ഈ വിഷയം നിലപാട് ആ കൺഫ്യൂഷൻ ആണെങ്കിൽ സ്പീക്കർക്ക് നിലപാട് സ്വീകരിക്കാമല്ലോ. അതും സ്വീകരിക്കാത്ത എന്താണ്? എന്തുകൊണ്ടാണ് ഒരു വർഷം കഴിയുമ്പോൾ റിപ്പോർട്ട് ഇങ്ങനെ പൊന്തി വരുന്നത്? സജീഷ്. ഹാഷ്മി, ഒരു കാര്യം എനിക്ക് 1-2 കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ദയവ് ചെയ്ത് ഒരു ചർച്ച എന്നുള്ള നിലയ്ക്ക് എന്നോടും അല്പം നീതി പുലർത്തണമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ പറയുന്നതുവരെ താങ്കൾക്ക് സംശയമുണ്ടെങ്കിലും അത് എൻ്റെ അവസരത്തിന് ശേഷം ഉപയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, ഇതിലൊരു സമയം വൈകലിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. സമയം വൈകൽ എന്ന് പറയുന്നത് അവരുടെ രീതി അനുസരിച്ചാണ്. ഇങ്ങനെ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഒരാൾക്കെതിരായി ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വരുമ്പോൾ ചാടിക്കേറി CBI അന്വേഷണം അതുപോലെയുള്ള കാര്യങ്ങൾ നടപടികൾ അങ്ങനെ പോകുന്ന ഒരു സർക്കാരല്ല ഇവിടെയുള്ളത്. ഒരു പ്രധാന വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പരിശോധന നടത്തിക്കൊണ്ടാണ്. ആ പരിശോധനയിൽ തന്നെയാണ് നേരത്തെ ഈ പറഞ്ഞ നേരത്തെ ഇവിടെ UDFൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചല്ലോ, അതായത് സ്പീക്കർ തേടിയ റിപ്പോർട്ട്. ആ സ്പീക്കർ തേടിയ റിപ്പോർട്ടിൽ സ്പീക്കർ ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം വന്നിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകുന്നതാണ്, അല്ലാതെ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടല്ല അത്. രണ്ടാമത്തേത്, കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് സതീശനെതിരെ ഒരു തെളിവില്ല, അതുകൊണ്ട് ഈ ഹർജി തള്ളുന്നു എന്നാണോ? അന്വേഷണം വിജിലൻസിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസിൽ ഇടപെടുന്നത് അനവസരത്തിലാകും. അന്വേഷണം വൈകുന്നതായോ ഇഴയുന്നതായോ എന്നോ ആക്ഷേപം ഈ പരാതിക്കാരനുണ്ടെങ്കിൽ പരിഹാരം തേടാൻ സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർപ്പാക്കുന്നത്. തെളിവില്ലെന്നും കഴമ്പില്ലെന്നും പറഞ്ഞിട്ടല്ല. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. അത് ഇഴഞ്ഞു പോകുന്നു അല്ലെങ്കിൽ വൈകുന്നു എന്നെങ്ങനെയെങ്കിലും പരാതിക്കാരന് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ ഈ കേസിനകത്ത് ശ്രീ VD സതീശൻ ക്ലീൻ ചിറ്റ് നൽകി ഹൈക്കോടതി CBIക്ക് വിടാതിരുന്നതല്ല, അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പാർട്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അത് വെച്ചിട്ടാണ് ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണണം. പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്, ഇവരുടെ രീതി. ആ രീതിക്കനുസരിച്ച് ഇവിടെ അദ്ദേഹം നേരത്തെ സംസാരിക്കുമ്പോൾ ലാവിൻ കേസ് ഉൾപ്പെടെ ഉദാഹരിക്കുകയാണ്. ലാവിൻ കേസിനകത്ത് പ്രതിപ്പട്ടികയിൽ ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല. ബഹുമാനായ ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കാലത്താണ് വിജിലൻസ് അന്വേഷിച്ചത്, പ്രതിപ്പട്ടികയിൽ ശ്രീ പിണറായി വിജയൻ ഇല്ല. പക്ഷേ അങ്ങനെ ഇല്ലാത്തൊരു റിപ്പോർട്ട് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒത്തുകളിക്കുകയാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടി CBIക്ക് വിടുകയാണെന്ന് പറഞ്ഞിട്ട് വിടുന്നത്. അപ്പോഴാണ് ഇപ്പോൾ എലക്ഷൻ പറയുന്ന ആരാ? UDF. എലക്ഷൻ്റെ തൊട്ട് മുമ്പേ അവസാനത്തെ ക്യാബിനറ്റ് യോഗം, പിന്നെ ഒരു തീരുമാനമെടുക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന് അന്ന് അവകാശമില്ല കേട്ടോ. അവസാനത്തെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പുള്ള അവസാനത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പ്രതിപ്പട്ടികയിൽ സ്വന്തം വിജിലൻസ് അന്വേഷിച്ച് പ്രതിപ്പട്ടികയിൽ ഇല്ലാതിരുന്ന ആളെ പ്രതിപ്പട്ടികയിലില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് എന്നാലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് CBIക്ക് വിട്ട ആളുകളാണ് ഈ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്താൽ നല്ലത്. അത്രേ പറയാനുള്ളൂ. അന്ന് ഓർക്കുന്നത് നല്ലത്. ഇവിടെ നേരത്തെ അദ്ദേഹം ചില ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞു. എനിക്ക് അധികം സമയമൊന്നും വേണ്ട. ശ്രീ VD സതീശൻ എത്രമാത്രം കളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു മിനിറ്റിൽ താഴെ മാത്രം സമയം അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് VD സതീശൻ്റെ വാചകങ്ങൾ നമുക്ക് കേൾക്കാം. അധികം സമയമില്ല, കട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് കേൾക്കണമല്ലോ, എന്താണ് പറഞ്ഞതെന്ന് കേൾക്കണം. ഒറ്റ മിനിറ്റ്. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി, ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ് തിരുവനന്തപുരത്തേര്, അവരാണത് ഹോസ്റ്റ് ചെയ്തത്. ആ പരിപാടി അവരാണ് നടത്തിയത്. വലിയ ഒരു ലഞ്ച് മീറ്റിംഗ് നടത്തി. അവരെല്ലാം അവിടെ അങ്ങനെയാണ് നടന്നത്, സ്പോൺസർമാർ. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ലണ്ടനിൽ പ്രസംഗിച്ച രഹസ്യമായിട്ടാണ് ലണ്ടനിൽ ബർമിംഗ്ഹാമിൽ പോയി ഞാൻ സംസാരിച്ചത്. ആ സ്ത്രീ ഇവിടെ തിരിച്ചെത്തി. അവരവിടെ നിന്ന് കളക്ട് ചെയ്ത പണം ചെക്കായിട്ട് ഇവിടെ വിതരണം നടത്തി. ടൗണിലെ ബർമിംഗ്ഹാമിൽ ക്ലൈമറ്റ് റെസിലിയൻസിനെ സംബന്ധിച്ച ഒരു വലിയ സെമിനാറിൽ സംസാരിക്കാൻ എന്നെ ഗസ്റ്റായി വിളിച്ചപ്പോൾ ഞാൻ അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ CD ആണ് അദ്ദേഹം പറയുന്ന. ഈ CD എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നതാണ്. ഞാൻ വിദേശ രാജ്യത്ത്
ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ പോലും പിരിച്ചിട്ടില്ല. Around the table, 10 people are there. You actually... ഒരു കാര്യം അശ്വി കേട്ടിരിക്കും എന്ന് കരുതുകയാണ്. കേട്ടു. ഇത് വി ഡി സതീശൻ പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഈ പറഞ്ഞ കാര്യത്തെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു നിയമസഭ പോലെയുള്ള ഒരു സ്ഥലത്ത് പച്ചയായ കളവ്, ഞാൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വലിയൊരു സെമിനാറിനാണ് സംസാരിക്കാൻ വേണ്ടി പോയതെന്ന് പറയുക, എന്നിട്ട് എൻ്റെ ഫേസ്ബുക്കിലുള്ള കാര്യം ഉൾപ്പെടെ എന്താണ് ആ പരിസ്ഥിതി കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുക, എന്നിട്ട് യഥാർത്ഥത്തിൽ അവിടുന്ന് പണം പിരിക്കുക, പണം പിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ നാം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അങ്ങനെ പണം പിരിക്കാൻ, അഭ്യർത്ഥന നടത്താൻ, പണം പിരിച്ച് ഇവിടെ ചെക്ക് മുഖേന തിരുവനന്തപുരത്ത് എത്തിക്കാൻ ശ്രീ വി ഡി സതീശന് എന്ത് നിയമപരമായ അവകാശമാണുള്ളത്? അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുകയാണെന്നാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത്. അദ്ദേഹം ഈ രാജ്യത്ത് ലോകത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് പണം കോർഡിനേറ്റ് ചെയ്ത് പല അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും ആക്ഷേപിച്ചത് ഞങ്ങളാരുമല്ല. ഈ കേസെല്ലാം കൊടുത്തിരിക്കുന്നത് പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അവരാണ് കോടതിയിൽ പോയത്, അവരാണ് വിജിലൻസിൽ പരാതി കൊടുത്തതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇ ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിത്വം എങ്ങനെയായിരുന്നുവെന്നും അദ്ദേഹം എങ്ങനെയാണ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വന്നതെന്നും അദ്ദേഹത്തിൻ്റെ മണി ചെയിൻ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞ് ഞങ്ങളല്ല, ഇപ്പോൾ കൂട്ടുചേർന്നുകൊണ്ടിരിക്കുന്ന ശ്രീ അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ AICC മെമ്പറായിട്ടുള്ള അണി റോസ്ബെൽറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം കൊണ്ടുവന്ന പണം അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങളിങ്ങനെ വലിയ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്താൻ കോർഡിനേറ്റ് ചെയ്യുകയാണെന്ന്. അതിനെക്കുറിച്ച് വീട് നിർമ്മിച്ചതിനെക്കുറിച്ച് ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ 200-ലധികം വീട് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ നിർമ്മിച്ച സ്ഥലമെങ്കിലും പറവൂരിൽ പറയണ്ടേ? പറയാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു വീടിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും വീട് എവിടെയാണ് പറവൂർ മണ്ഡലത്തിൽ നിർമ്മിച്ചത് എന്ന് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇത് വലിയ ആക്ഷേപമായി ഉയർന്നപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്? ഞാൻ ഗവൺമെൻറ് ഓഡിറ്റ് അല്ല, സോഷ്യൽ ഓഡിറ്റ് നടത്തും, ജനങ്ങളുടെ മുന്നിൽ ഓഡിറ്റ് നടത്തും. എപ്പോൾ നടത്തി? ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഓഡിറ്റ് നടത്താൻ തയ്യാറുണ്ടോ? എത്ര പണം പിരിച്ചു? ബർമിംഗ്ഹാമിൽ ഒരു ടേബിളിൻ്റെ മുന്നിൽ നിന്ന് 500 പൗണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ടേബിൾ ഉണ്ടായിരുന്നു? എത്ര കോടിയാണ് പിരിച്ചത്? ഇന്ത്യൻ റുപ്പിയായി മാറ്റുമ്പോൾ എത്ര കോടി? ഓരോ സംസ്ഥാനത്തും ഓരോ രാജ്യങ്ങളിൽ പോയി എത്രയാണ് പിരിച്ചത്? അന്വേഷിച്ചാൽ അറിയാം. ഹാഷ്മി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വിദേശത്ത്, സതീശൻ പോയി എല്ലാ വിദേശ രാജ്യത്തും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. പലരും ലഞ്ച് മീറ്റിംഗിൽ പോകാതിരുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. നമ്മൾ അങ്ങനെ താങ്കൾ ആരോപിച്ചത് അവിടുന്ന് പണം വന്നിട്ട് വിവിധ അക്കൗണ്ടുകളിലായി രാഷ്ട്രീയ അട്ടിമറിക്കുള്ള പണം എന്ന് പറഞ്ഞാൽ അഴിമതി നടത്തിയെന്നുള്ളതാണ് അല്ലേ? വിജിലൻസ് അന്വേഷിച്ചു അഴിമതി ആംഗിൾ അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ട് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ്. അത് നടത്തിയ സർക്കാരിന്റെ വിജിലൻസ് ആണ്. അതിന് മറുപടി എന്താണ്? അല്ല, അവിടെ തന്നെയാണ്. അതെ, അല്ല, അതുകൂടി ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതും നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ പറയാം. അതായത് ഈ 2 കോൺഗ്രസ് പ്രതിനിധി പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ മുന്നിൽ ടെലിവിഷൻ ഇല്ല. 2 രീതിയിൽ ഒരേ വാദം ന്യായീകരിക്കുന്ന ആളുകളെ ഇതിൽ കണ്ടു. ഞങ്ങൾക്കെതിരായിട്ട് 2 ആൾ പറയുന്ന ഒരേ വാദങ്ങൾ കേട്ടു. അതുകൊണ്ട് ചോദിച്ചാൽ പിന്നെ ഒന്ന്, സ്പീക്കർക്ക് നൽകിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ, ആ സ്പീക്കർക്ക് നൽകിയ റിപ്പോർട്ട് തന്നെ. അതായത് ഒറ്റ റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെതുള്ളൂ. ഈ പറഞ്ഞ പണം ഞങ്ങളിങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ പണം വന്നിരിക്കുന്നത് വിദേശത്തു നിന്നാണ്. അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പണം പിരിച്ചിട്ടുണ്ട്, വിവിധ അക്കൗണ്ടുകളിലൂടെ വന്നിട്ടുണ്ട് എന്നതുവരെ എത്തി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കഴിയില്ല. ഒരു ദേശീയ ഏജൻസിക്കേ കഴിയൂ. കാരണം ഈ പണം വന്നതും എല്ലാം അതുകൊണ്ടാണ്. എന്നൊന്നും ആരും പറയുന്നില്ല. സജീഷ് അയ്യോ ചുമ്മാ ഇല്ല, അതൊക്കെ സജീഷിന്റെ വ്യാഖ്യാനങ്ങളാ. അങ്ങനെ എവിടെ ആരും പറയുന്നില്ല. സജീഷെ, നമുക്ക് മുന്നിലുള്ള തെളിവ് എന്താണ്? നമുക്ക് മുന്നിലുള്ള ഒറ്റ മിനിറ്റ്, അങ്ങനെ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ വിജിലൻസിന്റെ കയ്യിലുണ്ടെങ്കിൽ പുറത്തുവിട്. അങ്ങനെ റിപ്പോർട്ടൊന്നുമില്ല. നമുക്ക് മുന്നിലുള്ള റിപ്പോർട്ട് വിജിലൻസിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അഴിമതി, ഈ പറയുന്ന അഴിമതി നിയമം സെക്ഷൻ 7(7) വകുപ്പ് ഒന്നും പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ആരോപണം നിലനിൽക്കുക? വി ഡി സതീശനെതിരെ ഞാൻ തരാം. അല്ല അങ്ങനെ വിജിലൻസ് അങ്ങനെ ഒരു റിപ്പോർട്ട്, വിജിലൻസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തുവിട്ടെ. കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ അതായത് ഈ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറോട് വിജിലൻസ് ഒന്നും അന്വേഷിക്കാതെ പറയുമോ? ചുമ്മാ കൊടുക്കുവോ? ഞാൻ പറയട്ടെ ആഷ്മി. ശരി, നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വരും, എത്തിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ ചില ചിന്തയുണ്ടാവും, കുഴപ്പമില്ല, അതിലൊന്നും ഇവിടെ തടസ്സമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ രീതിയിൽ റിപ്പോർട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഈ
ഈ അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണത്. അതെ. യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പറയട്ടെ, സ്പീക്കർ പറയുന്നത് വിജിലൻസിനോടാണ്. വിജിലൻസ് അന്വേഷണ ഏജൻസിയാണ്. വിജിലൻസ് ചുമ്മാ ഒരു കൊട്ടത്താപ്പിൽ സ്പീക്കർക്ക് റിപ്പോർട്ട് കൊടുക്കില്ല. വിജിലൻസ് അന്വേഷിക്കും. വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയത് അഴിമതി കണ്ടെത്തിയിട്ടില്ലെന്നാ പറയുന്നത്. ആരുടെ വിജിലൻസ്? നമ്മുടെ വിജിലൻസ്, സർക്കാരിന്റെ വിജിലൻസ്. അതിനെ നിരാകരിക്കുകയാണോ സതീഷ്? എങ്ങനെ നിരാകരിക്കാൻ പറ്റുക? ആഷ്മി ഇങ്ങനെ പ്രയാസപ്പെടല്ലേ? ആഷ്മിക്ക് ആദ്യത്തെ ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാം സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് നല്ല ഒരു അവസാനം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യാലോ. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ആഷ്മിക്കുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി ആളുകൾ കേൾക്കട്ടെ. അതായത് ഒരു കാര്യം, വിജിലൻസിന് 2 റിപ്പോർട്ടില്ല, വിജിലൻസിന് ഒറ്റ റിപ്പോർട്ടേ ഉള്ളൂ. ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി CBI അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. മറ്റെന്താണ് ഈ പറഞ്ഞ സംശയം, ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം വന്നിട്ടുണ്ടോ എന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രമാണത്. ആ ഉത്തരം വെച്ചിട്ട് ഇതാണ് വിജിലൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാണ്. വിജിലൻസ് റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് വിദേശ വിനിമയ ചട്ട ലംഘനം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്, പണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ആ പണം ചെലവഴിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI അന്വേഷിക്കട്ടെ. എങ്കിൽ ആഷ്മി തെളിയിക്കുക. അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആഷ്മി റിപ്പോർട്ട് ആഷ്മി എവിടെ വെച്ചിട്ടാ പറയുന്നത്? CBI അന്വേഷിക്കണം എന്നുള്ള റിപ്പോർട്ടാണുള്ളത്. താങ്കൾ കണ്ടില്ല? ഞാൻ അയച്ച റിപ്പോർട്ട് അയച്ചുതരാം. ആ റിപ്പോർട്ട് റിപ്പോർട്ട് അല്ലേ ഉള്ളത്? താങ്കൾ റിപ്പോർട്ട് കണ്ടിട്ടില്ലെങ്കിൽ 2 റിപ്പോർട്ട് ഞാൻ അയച്ചുതരാം. CBI അന്വേഷണ റിപ്പോർട്ട് അയച്ചുതരാം. പ്രതിപക്ഷ നേതാവിന് അഴിമതി ഇല്ല എന്ന് പറഞ്ഞ് 2 റിപ്പോർട്ട്. താങ്കൾ ആ റിപ്പോർട്ട് കാണാനാണ് ചർച്ചയ്ക്ക് വരുന്നത്. അവതരിപ്പിക്കാൻ വേണ്ടി താങ്കളും താങ്കളുടെ കൂടെ 2 UDF പ്രതിനിധിയെയും അണിനിർത്തിയിട്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് അല്ലേ? താങ്കൾ ആ റിപ്പോർട്ട് കാണാതാണെങ്കിൽ എനിക്ക് വാദം വിട്ടു. സാധാരണ നിങ്ങൾ പലരെയും കൊണ്ടുവരുമല്ലോ. താങ്കൾ റിപ്പോർട്ട് കാണാതെയാണ് ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ആ വാദം വിട്ടു. 4 പേരല്ലേ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഞാൻ റിപ്പോർട്ട് അയച്ചുതരാം. VS ശ്രീധരൻദേവ്, ഇപ്പോൾ നിങ്ങളിവിടെ ഇന്ത്യ സഖ്യം എന്നൊക്കെ ആരോപിക്കുമെങ്കിലും സംസ്ഥാനത്തുണ്ടാകുന്ന അഴിമതി ആരോപണങ്ങളിൽ അന്തിമ വാക്കാരാണ് സംസ്ഥാനത്തിന്റെ വിജിലൻസ് ആണ് അന്വേഷിക്കേണ്ടവർ. സ്പീക്കർ ചോദിക്കുന്നു, ഈ പറയുന്ന അഴിമതി അടക്കം അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. വിജിലൻസ് അന്വേഷിക്കാതെ ചുമ്മാ ഒരു റിപ്പോർട്ട് കൊടുക്കുമോ? അത് സ്പീക്കർ ചോദിച്ച ഉത്തരവാണ്, അത് കാരണം അത് റിപ്പോർട്ടല്ല എന്ന വാദം നിലനിൽക്കുന്ന വാദമാണോ സുജിത് ദേവ്? അല്ല, അതിനകത്ത് സജീഷ് 2 വോയിസ് ക്ലിപ്പ് കൂടെ കാണിച്ചു. അത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഹാഷ്മി. കാരണം ഒന്ന്, പ്രതിപക്ഷ നേതാവ് പറവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം സമ്മതിക്കുന്നുണ്ട്. രണ്ടാമത്തെ, എനിക്ക് തോന്നുന്നു നിയമസഭയിൽ അദ്ദേഹം കൊടുത്ത മറുപടി ആയിരിക്കാം, അദ്ദേഹം പണം വാങ്ങിയിട്ടില്ലെന്നും ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്ന് സമ്മതിച്ചത് പ്രതിപക്ഷ നേതാവാണ്. പണപ്പാട്ടി ചാണ്ടി വഴിയാണോ അതോ മിഡ്ലാൻഡ് വഴിയാണോ ആര് വഴിയാണോ കൊണ്ടുവന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ പണപ്പിരിവ് നടന്നിട്ടുണ്ട് വ്യാപകമായിട്ട്. ഇങ്ങനെ പണപ്പിരിവ് നടത്താൻ ശ്രീ VD സതീശൻ ഒരു നാട്ടുരാജാവൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ രാജ്യത്തെ ഒരു ലെജിസ്ലേറ്റീവ് ആകുമ്പം അദ്ദേഹത്തിന് ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാനുള്ള പൂർണ്ണമായും ബാധ്യതയുണ്ട്. അപ്പോൾ ആ ബാധ്യതകൾ അദ്ദേഹം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് FCRAയുടെ സെക്ഷൻ 32A ചട്ടലംഘനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എവിടെയാണ്? സജീഷാണ് മറ്റൊരു കള്ളം പറയുകയാണ്. ഈ പരാതിക്കാർ, ഞാൻ കുറച്ചു മുമ്പ് മറ്റൊരു ചാനലിൽ ഒരു പരാതിക്കാരൻ സംസാരിക്കുന്നത് കേട്ടു. 3 തവണ 2020 ഈ പരാതി കൊടുത്തതിന് ശേഷം 3 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു ഇതിൻ്റെ അകത്ത് തുടർ നടപടികൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അന്നൊന്നും നടപടിയെടുക്കാതെ ഒളിച്ചു കളിച്ച് ഇതിനകത്ത് എന്താണ്, നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ അടിക്കാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ വടിയായിട്ട് ഇതിനെ മാറ്റി വെച്ചത് നിങ്ങളാണ്. ഇദ്ദേഹം ഈ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ വാക്ക് കടമെടുത്താൽ അന്താരാഷ്ട്ര മാനമുള്ള തട്ടിപ്പിന് പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ, പണം വകമാറ്റിയിട്ടുണ്ടെങ്കിൽ, പണം ദൂർത്തടിച്ചിട്ടുണ്ടെങ്കിൽ, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അഴിമതിക്ക് കൊട പിടിച്ചു കൊടുത്തത് നിങ്ങളാണ്. അതുതന്നെയാണ് ഹാഷ്മി ഞങ്ങളുടെ ആരോപണം. ഇന്ത്യ സഖ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞതുപോലെ ഈ അധികാരമൊക്കെ മാറി വരുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നില്ലേ, ചില വാടക കരാറും ഉപകരാറും ഒക്കെ എന്ന് പറയുന്നത് പോലെ ഒരു പരസ്പര സഹകരണ മുന്നണിയായിട്ട് ഇവർ കാലങ്ങളായിട്ട് ഇത് കൊണ്ടുപോവുകയാണ്. ഒരു 3ാം ശക്തി, ഒരു 3ാം കക്ഷി ഇത് ചോദ്യം ചെയ്യാൻ വരുവാൻ പോലും ഈ സഖ്യം പരസ്പരം വോട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിച്ച് അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ 2 കൂട്ടരും ഒരേപോലെ കുറ്റക്കാരാണ്. ഈ ശുപാർശ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പൊ BJP പ്രതിനിധിക്ക് കൃത്യമായി മറുപടി പറയാം. അദ്ദേഹത്തിന് FCRA പറ്റി അറിയാത്തതല്ല. FCRA 2010 ആക്ട് പ്രകാരമാണ് നിലവിൽ വരുന്നത്. അതൊരു
വെറുതെ ഒരു ആക്ട് അല്ല കേട്ടോ. FCRAക്ക് സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ പോലും സാധിക്കും. അതായത് അദ്ദേഹം നേരത്തെ കളിയാക്കിയ മണപ്പാട്ടിൽ ചാണ്ടിയാണെങ്കിലും ഇനി അതല്ല നരേന്ദ്രമോദി ആണെങ്കിലും അങ്ങനെ ഒരു പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ FCRAക്ക് ആയുധമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഒസ്യത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഇതുവരെ അതിൽ അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള മാനദണ്ഡവും നിങ്ങളുടെ കയ്യിലില്ല എന്നാണ് അർത്ഥം. മണപ്പാട്ട് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചിറ്റിലി പള്ളി ഫൗണ്ടേഷൻ അടക്കം ഈ സംസ്ഥാനത്തെ വിവിധ NGOകൾ, റോട്ടറി ക്ലബ്ബുകൾ, ഇവരെല്ലാം ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്. അവരെല്ലാം FCRAക്ക് അതാത് വർഷം ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. വെറും ഓഡിറ്റ് റിപ്പോർട്ടല്ല, ഒരു CA ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സാക്ഷ്യമുള്ള തുലനം ചാർട്ടിയ റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അത് FCRA റീഓഡിറ്റ് ചെയ്യും. അങ്ങനെ റീഓഡിറ്റ് ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടിലും ഈ നേരത്തെ സൂചിപ്പിച്ച പുനർജനിയുമായി ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെ നിന്ന് ലംഘിച്ചിട്ടില്ല. രണ്ടാമതൊരു കാര്യം കൂടി, മണപ്പാട്ടിൽ ചാണ്ടി FCRA ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനോടകം നടപടി വരേണ്ടതല്ലേ ജിതിൻ ദേവ്? അല്ല, അത് ചോദ്യമാണ്. മണപ്പാട്ടി ചാണ്ടിക്ക് FCR അനുവാദമുള്ള അക്കൗണ്ടാവുള്ള. പക്ഷേ ഈ മണപ്പാട്ടി ചാണ്ടി ആരുടെ ബിനാമിയാണെന്നുള്ളതാണ് ചോദ്യം. അല്ല, മണപ്പാട്ടി ചാണ്ടിക്ക് വന്ന അക്കൗണ്ട് FCRA അനുമതിയുള്ള അക്കൗണ്ടാണ് വന്നത്. ഇനി FCRAയുടെ 321 സെക്ഷനിൽ ഉള്ള കാറ്റഗറിയിൽ പെടുന്നവരല്ല മണപ്പാട്ടി ഫൗണ്ടേഷൻ. അത് തന്നെ ഹാഷ്മി, മണപ്പാട്ടി ചാണ്ടി ആരുടെ ബിനാമിയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കേരളം ചോദിക്കുന്ന ചോദ്യം. മണപ്പാട്ടി ചാണ്ടിക്ക് എന്താണ് ഇതിനകത്തുള്ള ഉദ്ദേശം? അതല്ലേ അറിയേണ്ടുന്നത്. മണപ്പാട്ടി ചാണ്ടിയല്ല, മണപ്പാട്ടി ഫൗണ്ടേഷൻ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് അറിയേണ്ടത്. പിന്നെ മണപ്പാട്ടി ഫൗണ്ടേഷൻ സതീശന്റെ ബിനാമിയാണെന്ന് BJPക്ക് രാഷ്ട്രീയ ആരോപണമുണ്ടോ? സതീഷ് കേൾപ്പിച്ചല്ലോ. വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട പ്രകാരം അങ്ങനെ ഒരു ആരോപണം പറയാൻ എന്റെ തെളിവില്ല. ആണോ എന്നുള്ളതാണ് ചോദ്യം. മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ അല്ല, മണപ്പാട്ടി ചാണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ബിനാമിയാണ് എന്ന രാഷ്ട്രീയ നിലപാട് BJPക്കുണ്ടോ? തെളിവുണ്ടോ? വിജിലൻസ് വകുപ്പിന്റെ അല്ല, അങ്ങനെ രാഷ്ട്രീയ നിലപാട് എനിക്ക് പറയാൻ സാധിക്കില്ലല്ലോ. തെളിവില്ല. ആശങ്കയാണ്, ഉണ്ടത്രയാണ്. അല്ല, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അല്ല ഹാഷ്മി, നോക്കൂ, അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ ബിനാമിയായി നിന്നുകൊണ്ട് VD സതീശൻ പണം കൊണ്ടുപോയ എന്നുള്ളതാണല്ലോ ഇൻഡയറക്ട് ചോദ്യം. ആയതുമായി ബന്ധപ്പെട്ട അതേ ചോദ്യമാണ് കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ വിജിലൻസ് വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുകയും അദ്ദേഹം അത് വിജിലൻസ് വകുപ്പിന്റെ ഡയറക്ടറോട് ആവശ്യപ്പെടുകയും ആ ഡയറക്ടറിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇൻസ്പെക്ടർ ജനറൽ കാർത്തിക് K IPS ആ ഡയറക്ടറിന് വേണ്ടി അന്വേഷിച്ച് കണ്ടെത്തി ആ റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്നത് ലെറ്റർ അല്ല, സ്പഷ്ടീകരിച്ച വിജിലൻസ് റിപ്പോർട്ട്. ഞാൻ റിപ്പോർട്ട് തുടങ്ങുമ്പോൾ പറയുന്നത് ശരി. എന്തായാലും അതല്ല, ഈ പറയുന്ന വിജിലൻസ് അഴിമതി നടത്തിയിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇനി CBIയിലേക്ക് പോകണേ അതും കണ്ടെത്തട്ടെ. ഇനി FCRA എങ്ങനെയുള്ള അതും കണ്ടെത്തട്ടെ. വ്യക്തത വരട്ടെ, എല്ലാ കാര്യം വ്യക്തത. പക്ഷേ അതിനപ്പുറം അത് തെരഞ്ഞെടുപ്പിനുള്ള ഏതെങ്കിലും രാഷ്ട്രീയ ആയുധമാണെങ്കിൽ അത് ജനത്തിന് മനസ്സിലാവും. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.